ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മുടെ ഹീറോയിൻ യൂനച്ച് ലൂവിനോട് കപ്പിംഗ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറയുകയാണ്. ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ യൂനച്ച് ലൂവിന് പേടിയാവുകയും അതിൽ നിന്നും പിന്തിരിയാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷേ നമ്മുടെ കിങ് അയാളെ നിർബന്ധിക്കുന്നു. നമ്മുടെ ഹീറോയിനും അയാളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അയാൾ മനസ്സോടെ സമ്മതിച്ചപ്പോൾ നമ്മുടെ ഹീറോയിൻ ഡ്രസ്സ് ഊരിയിട്ട് വാ, നമുക്ക് കപ്പിംഗ് ചെയ്യാം എന്ന് പറയുന്നു. ഡ്രസ്സ് ഊര് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കിങ് ആകെ ഷോക്കായിരുന്നു. ഡ്രസ്സിന്റെ മേലെ കപ്പിംഗ് ചെയ്താൽ എന്താ പ്രശ്നമെന്ന് നമ്മുടെ കിങ് ചോദിച്ചപ്പോൾ ഹീറോയിൻ പറയുന്നു, ഡ്രസ്സിന്റെ മേലെ ചെയ്താൽ അതിന്റെ എഫക്റ്റ് കിട്ടത്തില്ല, ഡയറക്റ്റ് ശരീരത്തിമേ ചെയ്താലേ അതിന്റെ എഫക്റ്റ് കിട്ടത്തുള്ളൂ. അത് കേട്ടപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നു, എന്നാൽ യൂനച്ച് ലൂവിന്റെ മേലെ നീ കപ്പിംഗ് ചെയ്യണ്ട, എൻ്റെ മേലെ കപ്പിംഗ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് യൂനച്ച് ലൂവിനെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് വേറൊരു പെണ്ണിന് അവളുടെ കയ്യിലുള്ള ഓയിൻമെൻറ്റ് വിൽക്കുന്നതാണ്. അത് കണ്ടതും കോങ് അവളുടെ അടുത്ത് വന്ന് ചോദിക്കുന്നു, ഇത് ഞാൻ നിനക്ക് തന്ന ഓയിൻമെൻ്റ് അല്ലേ, നീ എന്തിനാ മറ്റൊരാൾക്ക് അത് വിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് പറയുന്നു, ഇത് നീ എനിക്ക് തന്നപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ സ്വന്തമാണെന്ന്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പൈസക്ക് അത് വിൽക്കാൻ തീരുമാനിച്ചത് എന്ന് പറഞ്ഞപ്പോൾ അവളോട് പറയുന്നു, പാലസിൽ കച്ചവടം നിരോധിച്ചതാണ്, നീ ഇനി കച്ചവടം ചെയ്താൽ ഞാൻ കിങ്ങിന് റിപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ അവനെ മയക്കാൻ വേണ്ടിയിട്ട് കള്ള കണ്ണീരോടുകൂടി അവൾ പറയുന്നു, ഞാൻ വളരെ പാവപ്പെട്ട കുടുംബത്തിലെയാണ്, എനിക്ക് കുറച്ച് പൈസക്ക് ആവശ്യം വന്നപ്പോൾ ഞാൻ കച്ചവടം ചെയ്താണ്, ഇനി ഞാൻ കച്ചവടം ചെയ്യുന്നില്ല, എന്നാൽ നിന്റെ സ്ഥലം നീ തന്നെ എടുത്തു എന്ന് പറഞ്ഞ് അവന് തിരിച്ചു കൊടുത്തിട്ട് കള്ളക്കരച്ചിൽ കരയുന്നു. അവളുടെ കരച്ചിൽ കണ്ടപ്പോൾ മനസ്സലിഞ്ഞിട്ട് അവനത് തിരിച്ചു കൊടുക്കുന്നു. തൊട്ടടുത്ത സീനിൽ നമ്മൾ കാണുന്നത് കപ്പിംഗ് ചെയ്തിട്ട് ശരീരം നിറയെ അടയാളമായെങ്കിൽ പോലും അതൊന്നും അറിയാതെ സുഖമായി ഉറങ്ങുന്ന നമ്മുടെ ഹീറോയാണ്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഉറക്കം വിളിച്ച് ഫുഡും ഇല്ലാതെ കഷ്ടപ്പെട്ട് ജോലി ചെയ്തതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിനും ഒരുപാട് ടയേർഡായിരുന്നു. നമ്മുടെ ഹീറോയിൻ അവിടെ നിന്ന് പോവാൻ നിന്നപ്പോൾ ലൂ അങ്ങോട്ട് വരികയും നമ്മുടെ ഹീറോയുടെ ബാക്കിലുള്ള ആ പാട് കണ്ടിട്ട് ഒരുപാട് പേടിക്കുകയും ചെയ്തു. അവൻ അലറി വിളിച്ച് പറഞ്ഞു, അയ്യോ എൻ്റെ കിങ്ങിൻ്റെ ശരീരത്തിൽ എന്താ ഒരു പാടെന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട് ഞെട്ടി എണീറ്റ് നമ്മുടെ ഹീറോയിൻ പേടിക്കുന്നു. പക്ഷേ നമ്മുടെ ഹീറോയിൻ പറയുന്നു, അത് സാരമില്ല, കുഴപ്പമില്ല, നമ്മുടെ ഹീറോയുടെ ശരീരം ഡെലിക്കേറ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ പാടായത്, അത് കുറച്ച് കഴിഞ്ഞാൽ പോയിക്കോളും എന്ന് പറയുന്നു. പക്ഷേ അതൊന്നും കേൾക്കാൻ നിൽക്കാതെ ഹീറോ ലൂവിനോട് അവളെ അറസ്റ്റ് ചെയ്യാൻ പറയുമ്പോഴത്തേക്കിനും അവളെ തലകറങ്ങി വീഴുന്നു. അങ്ങനെ നമ്മുടെ കിങ് തന്നെ അവളെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ബോധം വന്നപ്പോൾ അവൾ കിങ്ങിനോട് പറയുന്നു, കിങ്ങെ, താങ്കളുടെ ശരീരത്തിലുള്ള പാട് എത്രയും പെട്ടെന്ന് മാറും, താങ്കൾക്ക് എന്നെ വിശ്വാസമില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ കിങ് പറയുന്നു, എനിക്ക് നിന്നെ ഒരുപാട് വിശ്വാസമാണ്, എൻ്റെ അമ്മയുടെ കാര്യവും ഞാൻ നിന്നെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു, നീ എൻ്റെ അമ്മയുടെ അസുഖം മാറ്റുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഹീറോയിന് ഒരുപാട് സന്തോഷമാവുകയും അവന് ഹൈഫൈ കൊടുക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഹീറോയിൻ അവിടുന്ന് പോയ ശേഷം നമ്മുടെ കിങ്ങിന്റെ ഹാർട്ടിൽ എന്തോ ഒരു പ്രത്യേക സന്തോഷവും എന്തോ ഒരു പ്രത്യേക ഫീലിംഗും തോന്നി. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് വളരെ സന്തോഷത്തോടെയും കോൺഫിഡൻറ്റോടു കൂടിയും നമ്മുടെ എംപ്രസ് ഡോവേജറിന് കപ്പിംഗ് ചെയ്യാൻ പോകുന്ന നമ്മുടെ ഹീറോയിനെയാണ്. റിസൾട്ട് എന്ത് കിട്ടുമെന്നറിയാതെ ടെൻഷൻ അടിച്ചിരിക്കുന്ന നമ്മുടെ കിങ്ങിൻ്റെ അടുത്തോട്ട് അവൾ സന്തോഷത്തോടെ ഓടി വന്ന് പറയുന്നു, എംപ്രസ് ഡോവേജറിന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അധികം വൈകാതെ എല്ലാം ശരിയാവും എന്ന് പറയുന്നു. പക്ഷേ അപ്പോഴത്തേനും എംപ്രസ് ഡോവേജറിൻ്റെ ബാക്കിലത്തെ അടയാളം കണ്ട് അവരുടെ സെർവൻറ്റ് വന്ന് നമ്മുടെ ഹീറോയിനെ വഴക്ക് പറയുന്നു. ആ ഒരു അവസരം മുതലാക്കി മിനിസ്റ്റർ സു നമ്മുടെ ഹീറോയിനെ അറസ്റ്റ് ചെയ്യാൻ ഓർഡർ കൊടുക്കും. പക്ഷേ നമ്മുടെ കിങ് അതിനെ എതിർക്കുകയും തൻ്റെ ബാക്കിലും അങ്ങനെ അടയാളമുണ്ട്, അത് എത്രയും പെട്ടെന്ന് മാറുമെന്ന് അവൻ പറയുകയും ചെയ്തു. പക്ഷേ നമ്മുടെ കിങ്ങിൻ്റെ എതിർപ്പിനെ വകവെക്കാതെ എംപ്രസ് ഡോവേജറിനെ നമ്മുടെ ഹീറോയിൻ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് മിനിസ്റ്റർ സൂയി അവളെ അറസ്റ്റ് ചെയ്യാൻ ഓർഡർ കൊടുക്കുകയും അവിടെയുള്ളവർ അത് കേട്ട് നമ്മുടെ ഹീറോയിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിടിച്ചു വെച്ചപ്പോഴത്തേക്കിനും എംപ്രസ് ഡോവേജർ നമ്മുടെ കിങ്ങിനെ പേര് വെച്ച് വിളിക്കുന്നു. എംപ്രസ് ഡോവേജറിന് ബോധം വന്നു. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ എംപ്രസ് ഡോവേജറിനെ വരവേൽക്കുന്നു. പക്ഷേ നമ്മുടെ ഹീറോയിനെ ഒഴിവാക്കാൻ ശ്രമിച്ച മിനിസ്റ്റർ സൂയിക്ക് മാത്രം അത് അത്ര അങ്ങോട്ട് പിടിച്ചില്ലായിരുന്നു. അസുഖം മാറിയപ്പോൾ എംപ്രസ് ഡോവേജറിന് ഒരുപാട് സന്തോഷമാവുകയും തന്നെ അതുവരെ ശുശ്രൂഷിച്ചതും നോക്കിയതും അസുഖം മാറ്റിയെടുത്തതും വാനറാണെന്ന് പറഞ്ഞ് വാനറിനെ ഒരുപാട് പുകഴ്ത്തുകയും ചെയ്തു. പക്ഷേ വാനർ പറയുന്നു, ഇപ്രാവശ്യം ഞാനല്ല, നമ്മുടെ എമിസറി ലീ ആണ് താങ്കളുടെ അസുഖം മാറ്റിയത്, താങ്കളെ പരിചരിച്ചതും ശുശ്രൂഷിച്ചതും ഒക്കെ അവരാണ്, താങ്കളുടെ അസുഖം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് എമിസറി ലീ കപ്പിംഗ് എന്ന പുതിയ ടെക്നിക്ക് തന്നെ കണ്ടുപിടിച്ചു. അത് കേട്ടത് നമ്മുടെ ഹീറോയിൻ പറയുന്നു, ഞാൻ മാത്രമല്ല, വാനറും എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, വാനറിൻ്റെ സഹായമില്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും ചെയ്യാൻ കഴിയില്ലായിരുന്നു എന്ന് പറയുന്നു. അത് കേട്ടത് നമ്മുടെ എംപ്രസിനും ഒരുപാട് സന്തോഷമായി. അങ്ങനെ നമ്മുടെ ഹീറോയിനെ ഒരുപാട് പുകഴ്ത്തുകയും ഹീറോയിന് സമ്മാനങ്ങൾ പ്രോമിസ് ചെയ്യുകയും ചെയ്തു. സ്വന്തം അമ്മ ഹീറോയിനെ പുകഴ്ത്തുന്നത് കണ്ട് നമ്മുടെ കിങ്ങിനും ഒരുപാട് സന്തോഷമായി. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് എംപ്രസ് ഡോവേജറിന്റെ മുമ്പിൽ നമ്മുടെ ഹീറോയിനെ പുകഴ്ത്തിയതിന് വാനറിന്റെ അച്ഛൻ വഴക്ക് പറയുന്നതാണ്. അയാൾ പറയുന്നു, ആ പെണ്ണ് നിന്റെ മേലെ എന്ത് കൂടോത്രമാണോ ചെയ്തത്, നീയും അവളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നു, വൈകിക്കാൻ പാടില്ല, എത്രയും പെട്ടെന്ന് തന്നെ നീ കിങ്ങിന്റെ ഒരു കുഞ്ഞിന് ജന്മം നൽകണം, ഇങ്ങനെ പോയാൽ നിനക്ക് പാലസിലുള്ള സ്ഥാനം തന്നെ നഷ്ടപ്പെടും, എന്ത് ചെയ്തിട്ടാണെങ്കിലും ശരി എത്രയും പെട്ടെന്ന് കിങ്ങിന്റെ ജീവിതത്തിൽ നീ ഒരു സ്ഥാനം പിടിച്ചു പറ്റുക തന്നെ വേണം എന്ന് അവളെ ഉപദേശിക്കുന്നു. അത് കേട്ടപ്പോൾ വാനർ പണ്ട് ഹീറോയിൻ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുന്നു. ഹീറോയിന്റെ ജന്മനാട്ടിൽ പെണ്ണുങ്ങൾക്ക് അവർക്ക് ഇഷ്ടമുള്ളവരെ കല്യാണം കഴിക്കാമെന്നും ഇഷ്ടമുള്ള പോലെ ജീവിക്കാമെന്നും പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിക്കുന്നു.
ഇപ്പുറത്ത് നമ്മുടെ ഹീറോയിന് ഇഷ്ടപ്പെട്ട എല്ലാ ഫുഡ് ഐറ്റംസും ഉണ്ടാക്കി അവളെ സീക്രട്ടായിട്ട് കഴിപ്പിക്കുന്നു. അത് സന്തോഷത്തോടെ കഴിച്ചുകൊണ്ടിരിക്കെ അവൻ അവൾക്ക് ഒരു ഗിഫ്റ്റും കൊടുത്തു. പെട്ടി നിറയെ സ്വർണ്ണമാണെന്ന് കരുതി സന്തോഷത്തോടെ തുറന്നു നോക്കിയപ്പോൾ അതിനുള്ളിൽ വേറൊരു പെട്ടി. അങ്ങനെ ഒരുപാട് പെട്ടികൾ കഴിഞ്ഞപ്പോൾ ഏറ്റവും ചെറിയ പെട്ടിയിൽ ഒരു ചെറിയൊരു ഫ്ലവർ പോട്ടാണ് നമ്മുടെ ഹീറോ സമ്മാനമായി കൊടുത്തത്. നിനക്ക് ഫ്ലവർ പോട്ട് ഒരുപാട് ഇഷ്ടമല്ലേ, അതുകൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ സ്പെഷ്യലായിട്ട് ചെയ്യിപ്പിച്ചതാണ് ഈ ഫ്ലവർ പോട്ട് എന്ന് അവന് ഗർവത്തോടെ പറയുന്നു. അത് കേട്ടപ്പോൾ അവൾക്ക് ചിരി വന്നെങ്കിലും അവൾക്ക് വേണ്ടി കിങ് ഇത്രയും എഫോർട്ട് എടുത്തല്ലോ എന്നാലോചിച്ച് അവൾക്ക് ഒരുപാട് സന്തോഷമാവുകയും ആ ഗിഫ്റ്റ് അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് അവനോട് പറയുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ കിങ് പറയുന്നു, നീ എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്, നീ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുന്നു, ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഒരാൾക്ക് ഉപകാരപ്പെട്ടു എന്നൊരാൾ എന്നോട് പറയുന്നത് എന്ന് നമ്മുടെ ഹീറോയിൻ പറയും. സീനിൽ നമ്മൾ കാണുന്നത് ക്യൂൻ മദറിനെ എക്സസൈസ് പഠിപ്പിക്കുന്ന നമ്മുടെ ഹീറോയിനെയാണ്. അവിടെയുള്ള എല്ലാ സെർവൻസും ക്യൂൻ മദറും എല്ലാവരും അതിനനുസരിച്ച് നമ്മുടെ ഹീറോയിൻ പറഞ്ഞതനുസരിച്ച് എക്സസൈസ് കളിക്കുന്നുണ്ട്. അത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു. എക്സസൈസ് ഒക്കെ കഴിഞ്ഞപ്പോൾ ക്യൂൻ മദറിന് ഒരുപാട് സന്തോഷമാവുകയും ഉന്മേഷം തോന്നുകയും ചെയ്തു. ആ വിവരങ്ങൾ നമ്മുടെ കിങ്ങിനെ വിളിച്ച് പറയുകയും ചെയ്തു. കിങ്ങിന് ഒരുപാട് സന്തോഷമായി. എന്നിട്ട് ക്യൂൻ മദർ പറയുന്നു, ഇത്രയും കഴിവുള്ള എമിസേരിയെ നമ്മളിങ്ങനെ സാധാരണ സെർവൻസിൻ്റെ കൂടെ താമസിപ്പിക്കുന്നത് മോശമല്ലേ, ഇനി തൊട്ട് നമുക്ക് എമിസേരിയെ ലിങ്ക്ടൈ പാവലിയോണിൽ താമസിപ്പിക്കാം. അത് കേട്ടപ്പോൾ നമ്മുടെ കിങ്ങിന് ഒരുപാട് സങ്കടമായി. കാരണം ലിങ്ക്ടൈ പാവലിയോണിലോട്ട് നമ്മുടെ ഹീറോയിൻ പോയി കഴിഞ്ഞാൽ പിന്നെ അവളെ എന്നും നമ്മുടെ കിങ്ങിന് കാണാൻ പറ്റത്തില്ല. അത് ഓർത്തപ്പോൾ നമ്മുടെ കിങ്ങിന് ഒരുപാട് സങ്കടമായി. കുറേ ദിവസത്തെ അധ്വാനത്തിന് ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്യുന്ന നമ്മുടെ ഹീറോയിന്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറയുന്നു, നിന്നെ ക്യൂൻ മദറിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ക്യൂൻ മദർ നിന്നെ ലിങ്ക്ടൈ പാവലിയോണിലാക്കാൻ തീരുമാനിച്ചു. അതെന്താന്ന് നമ്മുടെ ഹീറോയിൻ ചോദിച്ചപ്പോൾ പറയുന്നു, നിനക്കായിട്ടൊരു പാലസും നിന്നെ സെർവ് ചെയ്യാൻ അവിടെ ഒരുപാട് സെർവൻസും ഉണ്ടാവും. ഇപ്പോൾ നിനക്ക് കിട്ടുന്നതിനേക്കാൾ 100 ഇരട്ടി കൂടുതൽ ശമ്പളവും നിനക്ക് കിട്ടും. നീ ഇപ്പോൾ റിച്ചായി. എൻ്റെ കാര്യമാണ് അതോ ഗതി. ഇന്നലെ ഞാൻ കച്ചവടം ചെയ്തപ്പോൾ ആ കോങ് എന്നെ പൊക്കി. ഇനി എനിക്ക് കച്ചവടം ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ പ്രിൻസ് ഹീച്ചിങ്ങിൻ്റെ ഒരു ഹെഡ് ബാൻഡ് ഉണ്ട്. അത് പണ്ടായിരുന്നെങ്കിൽ എനിക്ക് 5-6 ടൈലിൽ സിൽവറിന് വെക്കാമായിരുന്നു. ഇപ്പോൾ എനിക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഹീറോയിൻ പ്രിൻസ് ഹീച്ചിങ്ങിൻ്റെ ഹെഡ് ബാൻഡ് ആണോ, അതിങ്ങ് തന്നേക്ക്, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി നോക്കുമ്പോൾ അതിൻ്റെ മേലെ ഹുവാൻ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഹുവാൻ കിങ്ങിൻ്റെ ഓമനപ്പേരല്ലേ, പ്രിൻസ് ഹീച്ചിങ്ങിൻ്റെ അല്ലല്ലോ എന്ന് നമ്മുടെ ഹീറോയിൻ പറഞ്ഞപ്പോൾ ഹീറോയിൻ്റെ ഫ്രണ്ട് പറയുന്നു, അല്ല കിങ്ങിൻ്റെ അല്ല, പ്രിൻസ് ഹീച്ചിങ്ങിൻ്റെ ഓമനപ്പേരാണ് ഹുവാൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഹീറോയിൻ ഓർക്കുന്നു, വാനറിനോട് അന്ന് ഹുവാൻ ആരാന്ന് ചോദിച്ചപ്പോൾ ഇതാരോടും പറയല്ലേ എന്ന് പറഞ്ഞ് അവളുടെ വാ പൊത്തിയ കാര്യം നമ്മുടെ ഹീറോയിൻ ഓർക്കുന്നു. അയ്യോ ഇതെന്തു ലോകം, സ്വന്തം ചേട്ടന്റെ മരുമോളും കൊച്ചച്ഛനും തമ്മിൽ പ്രേമത്തിലാണോ, അയ്യോ ഇത് കേൾക്കാൻ തന്നെ വിയേർഡ് ആയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിൻ ഓർക്കുന്നു. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ക്യൂൻ മദറിന് മസാജ് ചെയ്ത് കൊടുക്കുന്ന വാനറിനെയാണ്. അപ്പോൾ വാനറിനോട് ക്യൂൻ മദർ പറയുന്നു, പ്രിൻസ് ഹീച്ചിങ് നമ്മുടെ കിങ്ങിന്റെ കൊച്ചച്ഛനാണ്, അയാൾ കിങ്ങിനേക്കാളും 5-6 വയസ്സിന് മൂത്തതാണ്, ശരിക്കും അയാളുടെ കല്യാണമാണ് ആദ്യം നടക്കേണ്ടി. ഇന്നലെ പ്രിൻസിനോട് കല്യാണക്കാര്യം ഞാൻ പറഞ്ഞപ്പോൾ അയാൾ എന്നോടാണ് നല്ലൊരു പ്രിൻസസിനെ കണ്ടുപിടിക്കാൻ പറഞ്ഞത്, പക്ഷേ എനിക്ക് തീരെ സുഖമില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ ഡ്യൂട്ടി നിനക്ക് ഏൽപ്പിച്ചു, നീ നല്ലൊരു പ്രിൻസസിനെ അയാൾക്ക് വേണ്ടി കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. വാനറിനെ പ്രിൻസ് ഹീച്ചിങ്ങിൽ നിന്നും അകറ്റാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇങ്ങനെ ഒരു കാര്യം ക്യൂൻ മദർ വാനറിനെ ഏൽപ്പിച്ചത്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ഹീറോയിന് ലിങ്ക്ടൈ പാവലിയോനോട്ട് പോകാനുള്ള ഓർഡറുമായിട്ട് യൂണച്ച് ലീ വന്നതാണ്. ആ ഓർഡറിൽ പറഞ്ഞിട്ടുണ്ട് ഹീറോയിന് ഇഷ്ടപ്പെട്ട ഒരാളെ കൂടി ലിങ്ക്ടൈ പാവലിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. അത് കേട്ടപ്പോൾ നമ്മുടെ ഹീറോയിന് ഒരുപാട് സന്തോഷമായി. കാരണം നമ്മുടെ ഹീറോയിന്റെ ഫ്രണ്ടിനെ പിരിയാൻ ഒരുപാട് സങ്കടമുണ്ടായിരുന്നു. അത് കേട്ടതും വളരെ സന്തോഷത്തോടെ അവൾ അവളുടെ ഫ്രണ്ടിനെയും കൂട്ടി ലിങ്ക്ടൈ പാവലിനോട്ട് പോയി. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് വളരെ സന്തോഷത്തോടെ ഹീറോയിനെ കാത്തിരിക്കുന്ന കിങ്ങിനോട് അവൾ ലിങ്ക്ടൈ പാവലിനോട്ട് പോയി എന്ന് ലൂ പറയുന്നു. അത് കേട്ടതും അവനോട് യാത്ര പറയാതെ പോയി എന്ന കാര്യത്തിൽ നമ്മുടെ കിങ്ങിന് ഒരുപാട് സങ്കടമായി. ഇപ്പുറത്ത് നമ്മുടെ ഹീറോയിന് കിട്ടിയ VIP ട്രീറ്റ്മെൻറ്റും സൗകര്യവും കണ്ട് ഒരുപാട് സന്തോഷിക്കുന്നുണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് കിങ്ങിനെ ഓർമ്മ വരികയും ഓരോ പ്രാവശ്യം കഥകെ വന്ന് മുട്ട് കേൾക്കുമ്പോൾ കിങ്ങാണെന്ന് കരുതി ഓടിച്ചെന്ന് നോക്കുകയും കിങ് അല്ല എന്ന് കാണുമ്പോൾ ഒരുപാട് ഡിസപ്പോയിൻ്റ് ആവുകയും ചെയ്യുന്നു. അവിടെ വന്ന എല്ലാവരോടും കിങ്ങിനെ ഈ വഴിക്കെങ്ങാനും കണ്ടായിരുന്നോ, കിങ് എന്നെ തിരക്കിയായിരുന്നോ എന്നൊക്കെ അന്വേഷിക്കുന്നു. അവൾ അവനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പുറത്ത് നമ്മുടെ ഹീറോ ആകട്ടെ അവളെ ഒരുപാട് മിസ് ചെയ്യുകയും എന്ത് ചെയ്താലും അവൾ കൂടെ ഉള്ള പോലെ സങ്കല്പിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന കണ്ട് ലൂവിന് ഒരുപാട് സങ്കടമാവുകയും നമ്മുടെ ഹീറോയോട് ഒന്ന് ഹീറോയിനെ പോയി കണ്ടിട്ട് വരാം എന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. പക്ഷേ നമ്മുടെ കിങ്ങിന് അങ്ങോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവളെ കാണാൻ പോകാൻ ഒരു എക്സ്ക്യൂസ് തിരഞ്ഞപ്പോഴാണ് അവളുടെ ഫോൺ അവിടെ കാണുന്നത്. അങ്ങനെ അവൻ്റെ ഫോൺ കൊടുക്കാൻ എന്ന വ്യാജനെ അവളെ കാണാൻ നമ്മുടെ കിങ് അങ്ങോട്ട് പോവുകയാണ്. അവളെ കാണാൻ കൊതിച്ചു പോയതാണെങ്കിലും അവളോട് അവൻ ഫോൺ തരാൻ വന്നതാണ് എന്ന് പറയുന്നു. അവളെ കാണാനല്ല വന്നത് എന്നറിഞ്ഞപ്പോൾ സങ്കടമായെങ്കിലും അവൻ വന്നതിൽ അവനെ കണ്ടതിൽ അവൾക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ രണ്ടുപേരും കളിച്ചിരിയോടെ സന്തോഷത്തോടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് എപ്പിസോഡിന് വേണ്ടി നെക്സ്റ്റ് എപ്പിസോഡ് എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്